റീഡിംഗ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 7ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രിക് കറണ്ട്. ഇത് നിത്യജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു ഒരു ടോപ്പിക്കാണ് ഈ പറയുന്നത്. ഇലക്ട്രിക് അല്ലേ, കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി ഇതില്ലാതെ നമുക്ക് ജീവിക്കുക എന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ എന്താണ് കറണ്ട്, എന്തുകൊണ്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്താണ് ഈ ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ബേസിക് ഐഡിയ തരാം. ആ ബേസിക് ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ചാപ്റ്റർ മുന്നോട്ട് പോകാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക് കറണ്ട് എന്താണെന്നുള്ളതൊന്ന് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ വൈകിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ നമ്മൾ നല്ല ചൂടാണ്, നമ്മൾ ഫാൻ ഇട്ടിട്ടുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്. ഓക്കെ, അവിടെ ആയിട്ട് എന്തുണ്ട്, ഒരു ബൾബുണ്ട്, ബൾബിൽ നിന്ന് നമുക്ക് വെളിച്ചവും കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ സുഖിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ആ ബൾബ് അങ്ങോട്ട് അണഞ്ഞു. അതുപോലെ തന്നെ ഫാൻ എന്ത് ചെയ്തു, നിന്നു. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എന്ത്, ദേ കറണ്ട് എന്ത് ചെയ്തു, ആ കറണ്ട് പോയി എന്ന് പറയും നമ്മളല്ലേ. നമ്മളെന്ത് പറയും, കറണ്ട് പോയി. കറണ്ട് പോയി, കഷ്ടമായി പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി, ഈ പറയുന്ന ബൾബ് വീണ്ടും കത്തി. ബൾബ് പെട്ടെന്ന് കത്തി, ഫാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കറങ്ങാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ എന്താ പറയാറ്, കറണ്ട് ഇത് ചെയ്തു, വന്നു അല്ലേ. കറണ്ട് എന്ത് ചെയ്തു, വന്നു. സോ വന്നു പോയി, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ വൈദ്യുതി എന്ന് പറയുമ്പോൾ എന്തോ ഒരു സാധനമാണ്, അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്, അത് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് വരുന്നത് എവിടെ നിന്നാണ്, അത് നമ്മുടെ KSEBയുടെ പോസ്റ്റ് അല്ലെ, KSEBയുടെ ലൈനുണ്ട്. അതിൽ നിന്നൊരു ലൈനാണ് എങ്ങോട്ട് വന്നേക്കുന്നത്, നിങ്ങളുടെ വീടിനകത്തേക്ക് വന്നേക്കുന്നത് ആണോ അല്ലേ. അപ്പോൾ എന്താ കറണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലൈനിലൂടെ എന്തോ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഇത് വരാതാകുമ്പോഴാണ് നമ്മൾ കറണ്ട് പോയി എന്ന് പറയുന്നത്. ഇത് വരുമ്പോൾ അല്ലെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും, കറണ്ട് ഉണ്ട്, വന്നു എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ഈ പറയുന്ന സാധനം എന്ന് ചോദിച്ചാൽ അതിന് സിമ്പിളായിട്ട് കൊടുക്കുക എന്നുള്ള ഉത്തരമാണ് ചാർജ്. ഇതാണ് ചാർജ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് എന്ന് വെച്ചാൽ സത്യത്തിൽ എന്താണ്, ചാർജാണ്. സോ നമുക്ക് എന്ത് പറയാം, എന്താണ് വൈദ്യുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി പറയാം ഫ്ലോ ഓഫ് ചാർജസ്. ഇതാണ് എന്ത്, വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയും. അപ്പോൾ എന്താ ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ ഓഫ് ചാർജസ്. അല്ലെങ്കിൽ എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന ചാർജുകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, കറണ്ട് ഇലക്ട്രിസിറ്റി മാറുന്നത്. അപ്പോൾ വരുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് ഈ ചാർജ് അല്ലേ. ചാർജുകളെ പറ്റി നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചാർജ് രണ്ട് തരത്തിലുണ്ട് അല്ലേ. പോസിറ്റീവ് ചാർജും ഉണ്ട്, പിന്നെ എന്തുണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അവിടെയും നമുക്കറിയാം പോസിറ്റീവ് ചാർജ് കാണുന്നത് ആറ്റത്തിനകത്തുള്ള എന്തിനകത്താണ്, പ്രോട്ടോണിനകത്താണെന്നും നെഗറ്റീവ് ചാർജ് കാണുന്നത് ആറ്റത്തിനകത്തുള്ള എന്തിനകത്താണ്, ഇലക്ട്രോണിനകത്താണെന്ന് നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ചാർജുകളാണോ ഫ്ലോ ചെയ്യുന്നത് അതോ നെഗറ്റീവ് ചാർജാണോ ഫ്ലോ ചെയ്യുന്നത്, അതൊരു സംശയമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതറിയണമെങ്കിൽ നമുക്ക് ബേസിക്കലി കുറച്ച് കെമിസ്ട്രി അറിയണം. ഓക്കെ, കെമിസ്ട്രി ഒരുപാടൊന്നും അറിയണ്ട, ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം അറിയണം. അതായത് നമുക്കൊരു ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ. ഒരു ആറ്റത്തിനകത്ത് നടുക്കായിട്ട് ഒരു സംഭവമുണ്ട്, അതിൻ്റെ പേരാണ് എന്ത്, ന്യൂക്ലിയസ്. കേട്ടിട്ടുണ്ടല്ലോ. ഇതിനകത്താണ് പ്രോട്ടോൺ ഉള്ളതെന്നും ഇതിനകത്താണ് ന്യൂട്രോൺ ഉള്ളതെന്നും നമുക്കറിയാം, അറിയാമല്ലോ. ഇതിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, ഇലക്ട്രോൺ എന്ന് പറയുന്നത്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് നോ ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. ഇതിലൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരുത്തനേ ഉള്ളൂ, ആരാണവൻ, അതാണ് ഇലക്ട്രോൺസ്. ഇപ്പോൾ ഇലക്ട്രോണുകളാണ് ചലിക്കുന്നത്. സോ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, അത് ഫ്ലോ ഓഫ് ചാർജസ് എന്ന് നമ്മൾ പറയുമെങ്കിലും നമുക്കതിനെ വേണമെങ്കിൽ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് എന്തെന്ന് പറയാം, ഫ്ലോ ഓഫ് എന്താണ്, ഇലക്ട്രോൺസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ചാർജുകളുടെ ഫ്ലോ ആണ് ചാർജുകളുടെ ഫ്ലോ ആണ് ഇലക്ട്രിസിറ്റി. ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഇലക്ട്രോണുകളുള്ള വസ്തുവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്,
കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൈദ്യുത ചാലകം എന്ന് പറയും. അതിനകത്ത് എന്തുണ്ടാവും? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ചുമ്മാ അങ്ങോട്ട് ഫ്ലോ ചെയ്യുമോ? ഫ്രീ ആയിട്ട് നമുക്ക് കറണ്ട് കിട്ടുമായിരുന്നു അല്ലേ? ആലോചിച്ച് നോക്കി, പോസ്റ്റിൽ കൂടി കാറ്റടിക്കുമ്പോൾ തന്നെ ഇലക്ട്രോണും ഫ്ലോ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ കറണ്ടിന് ബില്ല് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യത്തില്ല, ഇവന്മാർ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു സൈഡിലോട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. എന്താണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇത്രയും ഐഡിയ നിങ്ങളുടെ തലയിൽ ഉണ്ടാവണം. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്തോ ഒരു സാധനം ഫ്ലോ ചെയ്യുകയാണ്. ഈ ഫ്ലോ ചെയ്യുന്ന ആൾക്കാരുടെ പേര് ചാർജ് എന്നാണ്. ചാർജ് 2 തരമുണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. അതിൽ ഇലക്ട്രോണാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നതൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യങ്ങൾ പറയാനായിട്ട് പോവുകയാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡർ തന്നെ പോവാം. അപ്പോൾ പല കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുന്നു എന്നുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകൾ എന്തിനെ പറ്റി പറയുന്നുണ്ട്, നിങ്ങൾ ഇലക്ട്രിസിറ്റി എന്താണെന്നും ഇലക്ട്രിക് ചാർജ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ പഠിച്ചപ്പോൾ ചാർജ് എന്തിലായിരുന്നു, റെസ്റ്റിലായിരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു സാധനത്തിനെ അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് അല്ലേ, തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, ചാർജുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ ഉണ്ടാകുമെന്നും ഒരാൾക്ക് ചാർജ് കിട്ടുമെന്നും മറ്റൊരാൾക്ക് ചാർജ് നഷ്ടപ്പെടുമെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ചാർജ് ആരാണ് സത്യത്തിൽ? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ്, നെഗറ്റീവ് ചാർജാണ്. ചാർജ് നമ്മൾ അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കൂളംബാണ്. എന്താണ്? കൂളംബ് അഥവാ സി ആണ് എന്ത്, ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ഓർമ്മയിലുണ്ടല്ലോ. നമുക്കിനി ചോദ്യത്തിലോട്ട് കിടക്കാം. ഇവിടെ പറഞ്ഞേക്കുകയാണ്, എക്സ്പെരിമെൻറ്റ് നമുക്ക് എന്താ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ, അത് പഠിപ്പിച്ച് തരികയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനോട് എന്താ എക്സ്പെരിമെൻ്റ് ആയിട്ട് എടുത്തേക്കുന്നത് വെച്ചാൽ, ഈ കാണുന്ന കറുത്ത സാധനത്തിൻ്റെ പേരാണ് കപ്പാസിറ്റർ. എന്താണ്? കപ്പാസിറ്റർ. നിങ്ങളുടെ വീട്ടിനകത്തുള്ള ഫാന് പോലെയുള്ള ഡിവൈസിനകത്ത് കപ്പാസിറ്റർ ഉണ്ട്. ചെറിയ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾക്കകത്തും കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ എന്താ കപ്പാസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്, കപ്പാസിറ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിനകത്ത് നിറച്ച് എന്തുണ്ടെന്ന് വിചാരിക്കുക, ഇലക്ട്രോൺസ് ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ അതിനെ പിടിച്ചൊരു ബൾബിലോട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഡിസ്ചാർജ് സംഭവിക്കും. എന്ത് സംഭവിക്കും? ഡിസ്ചാർജ്. സ്റ്റോർ ചെയ്ത ചാർജിനെ അത്ര എന്ത് ചെയ്യും, പുറത്തോട്ട് വിടും. ഈ ചാർജ് എല്ലാം കൂടെ അരച്ച് തള്ളി എങ്ങോട്ട് പോകും, ഈ LED ബൾബിനകത്തോട്ട് പോകും. ബൾബ് എന്ത് ചെയ്യും, കത്തും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ ഇത് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാലേ പിന്നെ വീണ്ടും ചാർജ് ചെയ്താലേ എന്ത് പറ്റുള്ളൂ, കറണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് തീർന്നു പോകും. അപ്പോൾ എന്ത് പറ്റും, ബൾബ് ഒരു തവണ കത്തിയിട്ട് അങ്ങോട്ട് അണയും, പിന്നെ കത്തത്തില്ല. അതവിടെ പറയുന്നു. ഓക്കെ, വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ ഒബ്സർവേഷൻ എന്ത് പറ്റും, ഈ LED എന്ത് ചെയ്യും, ഒരു തവണ കത്തും. ഓക്കെ, LED എന്ത് ചെയ്യും, കത്തും. അപ്പോൾ ഈ പറയുന്ന കപ്പാസിറ്ററിനകത്തുള്ള ചാർജ് എന്തോ സംഭവിക്കുന്നത്, അതിവിടെ എന്താവുകയാണ്, അതിവിടെ ഡിസ്ചാർജ് ആവുകയാണ് അല്ലെ. ചാർജ് ഉള്ളതെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു പാത്ത് കിട്ടിയപ്പോൾ പുറത്തോട്ട് പോയി ഡിസ്ചാർജ് ആയി. അപ്പോൾ എന്ത് പറ്റും, LED ഗ്ലോ ചെയ്യും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല. കാരണം എന്താണ്, ഓൾ ദ ചാർജസ് ഈ കപ്പാസിറ്ററിനകത്തുള്ള ഓൾ ദ എന്ത് പറ്റുന്നു, ചാർജസ് ആർ എന്താണ്, ഡിസ്ചാർജ്. ചാർജ് മൊത്തം എന്ത് ചെയ്തു, പോയി. അതുകൊണ്ടാണ് കത്താത്തത്. എന്നാൽ ഇതേ LED എടുത്ത് ഞാൻ കപ്പാസിറ്ററിന് പകരം എന്താ, ഈ കാണുന്ന നിങ്ങളുടെ വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ബാറ്ററി കൊടുത്താൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൾബ് കുറേ നേരം എന്ത് ചെയ്യും, ഇങ്ങനെ കത്തി നിൽക്കും അല്ലേ. ഇതെന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി കത്തുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട്. സോ നമ്മൾ പറയുകയാണ്, ഈ പറയുന്ന ഫ്ലോ ഓഫ് ചാർജസ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളതിൽ എന്തെന്ന് പറയുന്നു, ഇലക്ട്രിക് കറണ്ട് ഉണ്ടായി എന്ന് പറയുന്നു. എന്തുണ്ടായി എന്ന് പറയുന്നു, ഇലക്ട്രിക് കറണ്ട് ഉണ്ടായി എന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് ബോറാണെന്ന് നോക്കി ഇങ്ങനെ ഓരോ പോയിന്റായിട്ട് പറയാം. അതിനേക്കാൾ എളുപ്പം നമ്മൾ ഈ പറഞ്ഞ മെത്തേഡല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ഓഫ് ചാർജസ് ആണ് ഇലക്ട്രിസിറ്റി. അന്നത്തെ പോയിന്റ് പഠിച്ചു കഴിഞ്ഞ്. അപ്പോൾ അടുത്ത് വരുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, വൈ, എന്തുകൊണ്ടാണ് ഈ ചാർജസ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. വൈ ചാർജസ് ഫ്ലോ, എന്തുകൊണ്ടാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു റീസൺ വേണം അല്ലേ. ഇവിടെ അതിനൊരു എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മൾ 2 ബീക്കറിലായിട്ട് നമ്മൾ വെള്ളം എടുത്തു. ഓക്കെ, ഒരേ ലെവലിലാണ് ഈ 2 വെള്ളവും നിൽക്കുന്നത്. നമ്മളൊരു പൈപ്പ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കാരണവശാലും ഈ ഒരു ബീക്കറിലുള്ള വെള്ളം എന്ത് ചെയ്യത്തില്ല, ഇതുവഴി കയറി മറ്റൊരു ബീക്കറിലോട്ട് പോകില്ല.
എന്നാൽ ഇതേ ഒരു ബീക്കറിനെ ഞാനൊരു അല്പം ഉയരത്തിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ, കുറച്ച് ഹൈറ്റിലോട്ട് എടുത്ത് വെച്ചാൽ നമുക്കറിയാം എന്ത് പറ്റും. ദാ ഈ പറയുന്ന വെള്ളം ഇവിടുന്ന് കുറച്ചൊഴുകി എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ പോകണം. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ദെയർ ഈസ് എ ഡിഫറൻസ്, അല്ലെ, ഇവിടെ എന്തുണ്ട്? ഒരു വ്യത്യാസമുണ്ട്, അല്ലേ. എന്തിന് വ്യത്യാസം? ഹൈറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഹൈറ്റിൽ വ്യത്യാസമുള്ളപ്പോൾ വെള്ളം ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തോട്ട് പോയി. അല്ലേ, ഞാനൊരു പ്ലേറ്റ് എടുക്കുക, ഒരു 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 എന്താ പറയുന്നത്, തടി കഷ്ണം എടുക്കുക, അതിൻ്റെ രണ്ട് വശത്തും ഒരു ബോൾ വെച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരേ നിരപ്പി വെച്ചപ്പോൾ നമുക്കറിയാം ഈ ബോൾ അങ്ങോട്ടും പോകത്തില്ല, ഇത് ഇങ്ങോട്ടും പോകത്തില്ല. നേരെ മറിച്ച് ഞാനൊരു അല്പം ചരിച്ചു കൊടുത്താൽ എന്ത് പറ്റും? ഉയരത്തിയിരിക്കുന്ന ആൾ എപ്പോഴും എന്ത് ചെയ്യും? താഴ്ന്ന സ്ഥലത്തോട്ട് പോകും. പോകുമോ? ഇല്ലേ? പോകും. അപ്പോൾ വ്യത്യാസമുണ്ടെങ്കിൽ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുകയുള്ളൂ. ഇതാ ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഈ പറയുന്ന മെഴുകുതിരിയുടെ ഹീറ്റ് ഈ ഭാഗത്ത് കിട്ടുമ്പോൾ ഇവിടുത്തെ ചൂട് എന്താണ്? കൂടുതലാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ, ഹീറ്റ് എന്ന് വേണം, ടെമ്പറേച്ചർ എന്ന് പറയാം എന്താണ്? കുറവാണ്. അപ്പോൾ എന്ത് പറ്റും? ഹീറ്റ് കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തോട്ട് പോയി നമ്മുടെ കൈ എന്ത് ചെയ്യും? പൊള്ളിക്കും. ആണോ അല്ലേ? ആണോ അല്ലേ? അപ്പോൾ ഇവിടെയും എന്തുണ്ട്? ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിലേ എന്ത് ഫ്ലോ ചെയ്യുള്ളൂ? ഹീറ്റ് ഫ്ലോ ചെയ്യുള്ളൂ, അല്ലെ. വ്യത്യാസം ഉണ്ടെങ്കിൽ വാട്ടർ എന്ത് ചെയ്യുള്ളൂ? വാട്ടർ എന്ത് ചെയ്യുള്ളൂ? ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ എന്ത് വേണം? ഒരു വ്യത്യാസം വേണം. നമ്മളിവിടെ നോക്കി, ഈ പറയുന്നത് ഒരു ടയറാണ്, ടയറിനകത്തുള്ള ട്യൂബാണ്. അപ്പോൾ ഇതിനകത്ത് ഹൈ പ്രഷറിൽ എന്തുണ്ട്? കാറ്റ് നിറച്ച് വെച്ചേക്കുകയാണ്, അല്ലേ. നമ്മളൊരു പിന്ന് കൊണ്ട് ഇവിടെ ഒരു ചെറിയ ഓട്ടം ഉണ്ടാക്കി കൊടുത്താൽ എന്ത് പറ്റും? ഈ കാറ്റ് മൊത്തം എന്ത് ചെയ്യും? പെട്ടെന്ന് പുറത്തോട്ട് വരും, അല്ലേ. അപ്പോഴും എന്താണ്? ഇവിടെ പ്രഷർ കൂടുതലാണ്, പുറത്ത് എന്താണ്? പ്രഷർ കുറവാണ്. സോ ദേർ ഇസ് എ ഡിഫറൻസ് ഇൻ പ്രഷർ. അവിടെ എന്തുണ്ട്? ഒരു പ്രഷർ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി എന്ത് പറ്റി? നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എടുത്താലും ഒരു വസ്തു, ഇപ്പോൾ വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? അത് ഹൈറ്റ് കൂടിയ ഒരു സ്ഥലത്ത് നിന്നും ഹൈറ്റ് കുറഞ്ഞ ഒരു സ്ഥലത്തോട്ടേ വെള്ളം ഒഴുകുള്ളൂ. ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തോട്ടേ ഹീറ്റ് ഫ്ലോ ചെയ്യുള്ളൂ. പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നും പ്രഷർ കുറഞ്ഞ സ്ഥലത്തോട്ടേ എന്ത് ഫ്ലോ ചെയ്യുള്ളൂ? എയർ ഫ്ലോ ചെയ്യുള്ളൂ. ഇതുപോലെ തന്നെയാണ് ആരുടെ കാര്യവും? ചാർജിൻ്റെ കാര്യം. ഇതുപോലെ തന്നെയാണ് ആരുടെ കാര്യവും? ചാർജിൻ്റെ കാര്യവും. ചാർജും ഒരു കണ്ടക്ടറിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് പോകണമെങ്കിൽ ദെയർ ഷുഡ് ബി എ ഡിഫറൻസ്. ഇതാണ് ഡിഫറൻസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എന്തുണ്ടാവണം? പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവണം. അപ്പം നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി പഠിച്ചിട്ടുണ്ട്, അല്ലേ. മെക്കാനിക്കൽ എനർജി ഇവിടെ അതുപോലെ തന്നെ. ഓക്കെ, ഒരു എൻഡിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലും മറ്റൊരു എൻഡിൽ ഇലക്ട്രോണുകളുടെ കോൺസെൻട്രേഷൻ കുറവും ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന വ്യത്യാസം ചുമ്മാതെ അങ്ങ് ഉണ്ടാവത്തില്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിയേ, ഇവിടെ വെള്ളം എന്ത് ചെയ്യാണ്? ഇവിടെ നിന്നും ഒഴുകി ഇങ്ങോട്ട് വരികയാണ്, അല്ലേ. പക്ഷെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ കാണുന്ന പമ്പ് എന്ത് ചെയ്യും? വീണ്ടും ഇതിനെ പുറത്തു നിന്ന് എടുത്ത് വീണ്ടും ഈ ബീക്കറിൽ കൊണ്ടിടും. സോ ഈ പമ്പ് വർക്ക് ചെയ്യുന്ന അത്രയും സമയവും ഇവിടെ എന്തുണ്ടാകും? ഒരു ഫ്ലോ ഉണ്ടാകും. പക്ഷേ പമ്പ് ചുമ്മാ വർക്ക് ചെയ്യുമോ? ഇല്ല. നമുക്കറിയാം എന്താ, പമ്പിനോട്ട് എന്ത് കൊടുക്കണം? കറണ്ട് കൊടുക്കണം, അല്ലേ. വയറിൽ കൂടി എന്ത് കൊടുക്കുന്നുണ്ട്? കറണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനർജി നമ്മൾ സ്പെൻഡ് ചെയ്താണ് ഇവിടെ എന്തുണ്ടാക്കുന്നത്? ഇവിടെ ഈ പറയുന്ന വ്യത്യാസം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആണോ അല്ലേ? അപ്പോൾ ഇതുപോലെ കണ്ടക്ടറിലും ദാ ഇങ്ങനെ ഒരു സൈഡിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷനും ഒരു സൈഡിലോട്ട് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ഇവൻ്റെ പേരാണ് സെല്ല് അല്ലെങ്കിൽ ബാറ്ററി. ഇതെന്ന് പറയുന്നത് സെല്ല് അല്ലെങ്കിൽ ബാറ്ററി. അതായത് ഈ രണ്ട് എക്സ്പെരിമെൻറ്റ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ എന്ത് പറ്റുന്നു? ഒരിടത്ത് ഉയരം കൂടുതൽ. അതുപോലെ തന്നെയാണ് ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡിൽ എന്തായിരിക്കും? ചാർജ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. മറ്റൊരു എൻഡിൽ ഉയരം കുറവ്, ഈ എൻഡിൽ ചാർജ് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ കൂടിയിടത്ത് നിന്നും കുറഞ്ഞിടത്തോട്ട് ഫ്ലോ ചെയ്യും. കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തോട്ട് ചാർജും എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. എപ്പോൾ വരെ ഫ്ലോ ചെയ്യും? രണ്ട് ചാർജ് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഏതാണ്ട് ഈക്വൽ ആവും. അപ്പോൾ എന്ത് ചെയ്യും? നിൽക്കും. അപ്പോൾ അത് നിൽക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇതാ ഇവിടെ ഈ പമ്പ് കൊടുക്കുന്നത് പോലെ നമ്മൾ ഇവിടെ ആരെ കൊടുക്കും? ബാറ്ററിയെ കൊടുക്കും. അപ്പോൾ ഈ ബാറ്ററിക്കകത്തൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും ആ കെമിക്കൽ റിയാക്ഷൻ വരെ ഈ വ്യത്യാസം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി, ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ ദെയർ ഷുഡ് ബി എ ഡിഫറൻസ്, അല്ലേ. ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വൈ ചാർജസ് ഫ്ലോ? എന്തുകൊണ്ടാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബിക്കോസ് ദെയർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ എൻഡുകൾ തമ്മിൽ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ചാർജ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഫ്ലോ ചെയ്യുന്നത്.
ഈ പടത്തിനെ കണ്ടോ? ഇതിനെയാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രം എന്ന് വിളിക്കുക. എന്ത് വിളിക്കും? സർക്യൂട്ട് ഡയഗ്രം എന്ന് വിളിക്കും. നമ്മൾ ഇലക്ട്രിക് കറണ്ട് വരയ്ക്കുന്ന സാധനത്തിന് വയറിനെ നമ്മളിങ്ങനെ ലൈനായിട്ട് കാണിക്കുകയും ബൾബിനെയൊക്കെ ഇങ്ങനെ സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് പടത്തിനാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രം എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിസിറ്റിയെ പറ്റി പഠിക്കാൻ നമുക്ക് സർക്യൂട്ട് ഡയഗ്രം ആവശ്യമാണ്. അപ്പോൾ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരം പറയണം. ഇതാണ് the potential difference between the 2 points in a circuit is the quantity of work done in moving a charge between these 2 points. ചെയ്യൂ. സാർ ഇത്രയും നേരം പറഞ്ഞത് ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. ബന്ധമുണ്ട്, പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു, ദേ ഇവിടെ ഒരു കണ്ടക്ടറുണ്ട്. ഈ കണ്ടക്ടറിൻ്റെ ഒരു പോയിന്റ് ഇതാണ് എ പോയിന്റ്, ഇത് മറ്റൊരു പോയിന്റാണ് ബി പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിനും ഇടയിലായിട്ട് ഇപ്പോൾ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഞാനൊരു ബാറ്ററി ഇവിടെ കൊണ്ട് കൊടുത്തപ്പോൾ എന്ത് പറ്റി? ഈ ബാറ്ററി കെമിക്കൽ റിയാക്ഷൻ നടന്നു. കെമിക്കൽ റിയാക്ഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോണുകൾ റിലീസ് ചെയ്തു. ഈ റിലീസ് ചെയ്ത ഇലക്ട്രോണുകൾ നേരെ വന്നതാണ് ഇവിടെ വന്ന് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്? ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതൽ, ഇവിടെ കോൺസെൻട്രേഷൻ കുറവ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, എന്ത് പറ്റും? ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. ശ്രദ്ധിച്ചോളണേ. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ഈ ബി എന്ന പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റിലോട്ട് എത്തിക്കാനായിട്ട് ഈ ബാറ്ററി എന്ന് പറയുന്ന സാധനം ഇവിടെ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യുകയാണ്. ആണോ അല്ലേ? നിങ്ങൾ ആലോചിക്കുക, റിമോട്ടിൽ നമ്മൾ ചാർജ് തീർന്നു കഴിഞ്ഞാൽ റിമോട്ടിലെ ബാറ്ററിയുടെ ചാർജ് ചെയ്യുന്ന റിമോട്ട് വർക്കാവോ? ഇല്ല. ഫോണിലെ ബാറ്ററിയുടെ ചാർജ് ചെയ്യുന്ന ഫോൺ വർക്കാവോ? ഇല്ല. അപ്പോൾ വർക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ പറയുന്ന ബാറ്ററി എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുകയാണ്, കെമിക്കൽ റിയാക്ഷൻ ചെയ്യുകയാണ്. ആ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബിയിൽ നിന്നും കറണ്ട് എയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇവിടെ ഇരിക്കുന്ന ഒരു ചാർജിനെ എനിക്ക് അവിടെ നിന്ന് ഇവിടോട്ട് എത്തിക്കാനായിട്ട് എൻ്റെ പാവം ബാറ്ററി എത്ര വർക്കാണോ ചെയ്തത് അത്രയും വർക്കിന് ഈക്വൽ ആയിട്ടുള്ള എനർജി ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു എനർജി. വർക്ക് എനർജി പഠിച്ചില്ലേ? അത് തന്നെ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ബാറ്ററി ചെയ്യുന്ന വർക്കാണ് ഇവിടുത്തെ എന്തായിട്ട് മാറുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൽ വ്യത്യാസം ഉണ്ടാകുന്ന എനർജി ആയിട്ട് മാറുന്നത്. അതാണ് ഇതാ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്നൊക്കെ എടുത്ത് പറയാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? പൊട്ടൻഷ്യൽ വ്യത്യാസം, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും ഒരു ചാർജിനെ ദേ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മുടെ പാവം ബാറ്ററിക്ക് എത്ര വർക്ക് ചെയ്യേണ്ടി വരുമോ ആ വർക്ക് നമുക്ക് അളക്കാൻ പറ്റുമല്ലോ. ആ വർക്കാണ് ഇവിടുത്തെ എന്തായിട്ട് മാറുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറുന്നത്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points in a circuit is the quantity of work done in moving a unit charge between these 2 points. ഓക്കെ ആണോ? അപ്പോൾ ഇതിന് എന്ത് വേണം? എനർജി വേണം അല്ലേ? ആ എനർജി കൊടുക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ബാറ്ററി എന്ന് പറയുന്നത്. അതായത് എ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജോലി എന്താണ്? ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ 2 പോയിന്റുകൾക്കിടയിലായിട്ട് ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത് അല്ലേ? ബാറ്ററി എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയുടെ ഒരു സോഴ്സ് അല്ലേ? ആ. ഇനി അങ്ങനെ ഒരു ബാറ്ററിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? EMF എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളൊരു ബാറ്ററി വാങ്ങുമ്പോൾ അതിനകത്ത് ഇങ്ങനെ 9 വോൾട്ട് അല്ലേ, 1.5 വോൾട്ട് എന്നൊക്കെ എഴുതിയിരിക്കൂലേ? ഇതിനെയാണ് നമ്മൾ ആ ബാറ്ററിയുടെ എന്തെന്ന് വിളിക്കുന്നത്? EMF എന്ന് വിളിക്കുന്നത്. EMF എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ആ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഇതിനകത്താണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന കാരണമാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? ഇലക്ട്രോൺ ഉണ്ടാവുന്നതും. ഒരിടത്ത് ഇലക്ട്രോണിൻ്റെ ചാർജ് കൂടുമ്പോൾ നമ്മൾ അപ്പുറത്ത് പോസിറ്റീവായി എന്ന് പറയും. അത്രയേ ഉള്ളൂ. വ്യത്യാസം രണ്ടും ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ ഒരിടത്ത് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാറ്ററി ചുമ്മാ ഇട്ടേക്കുമ്പോൾ, അതായത് പുറത്ത് സർക്യൂട്ടിലൊന്നും കൊടുക്കാതെ വച്ചേക്കുമ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? EMF എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് between the terminal of a cell when no current is drawn from it. ഓപ്പൺ സർക്യൂട്ട് എന്ന് വെച്ചാൽ ഒരു ഡിവൈസിലും കൊടുക്കാത്ത സർക്യൂട്ട്. ഈ പറയുന്ന മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? EMF എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തെന്ന് വിളിക്കുന്നത്? EMF എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവനെ വേറൊരു പേര് പറഞ്ഞ് വിളിക്കും. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണെന്നറിയാവോ? വോൾട്ടേജ്. ഇത് കേട്ടിട്ടുണ്ടോ അല്ലേ? നമ്മൾ വൈകിട്ടൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും ഫാൻ സ്ലോ ആയിട്ട് കറങ്ങുകയാണ്. നമ്മൾ റെഗുലേറ്റർ കറക്കി ഫുൾ സ്പീഡ് ഇട്ടു, പക്ഷേ അപ്പോഴും ഫാൻ സ്ലോ ആയിട്ട് കറങ്ങണം. അപ്പോൾ നമ്മൾ എന്ത് പറയും? വോൾട്ടേജ് ഇല്ല. ഈ വൈകിട്ടത്തെ സമയം നമ്മൾ പമ്പ് സെറ്റ് ഒന്നും അല്ലെങ്കിൽ ഗ്രൈൻഡർ മിക്സി ഒന്നും ഉപയോഗിക്കരുതെന്ന് പറയും. വോൾട്ടേജ് കുറവ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം വോൾട്ടേജ് എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതായത് നിങ്ങളുടെ വീട്ടിനകത്ത് അല്ലെ വരുന്ന കറണ്ടിന്
ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള വർക്ക് അതാണല്ലോ നമ്മുടെ ഡിവൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വർക്ക് കുറവാണ്. അപ്പോൾ എന്ത് പറ്റും? കുറച്ച് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കറണ്ട് എന്ത് ചെയ്യുള്ളൂ? ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് വോൾട്ടേജ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫോർമുല എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് എന്നല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫോർമുല എന്തായിരിക്കും? വർക്ക് ബൈ ചാർജ്. നിങ്ങളേക്ക് എങ്ങനെ വർക്ക് ബൈ ചാർജ് വന്ന് ആലോചിച്ച് നോക്ക്. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് എന്നാണ്. അപ്പോൾ വർക്ക് ബൈ ടോട്ടൽ ചാർജ് എടുത്താലേ നമുക്ക് യൂണിറ്റ് ചാർജിനെ കൊണ്ടുപോകാനുള്ള വർക്ക് കിട്ടുള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫോർമുലയാണ് എന്ത്? W/Q. പഠിച്ചു വെച്ചോ. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫോർമുലയാണ് എന്ത്? ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു W/. അപ്പോൾ ഈ V എന്താണെന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ, അത് നമ്മൾ V അഥവാ വോൾട്ടേജ് എന്നും പറയും. അപ്പോൾ V ഈസ് ഈക്വൽ ടു എന്താണ്? W/Q. ഇനി യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ സിമ്പിളാണ്. വർക്കിൻ്റെ യൂണിറ്റ് ജൂള്, ചാർജിൻ്റെ യൂണിറ്റ് കുളമ്പ്. അപ്പോൾ ജൂൾ പെർ കുളമ്പ് ഇത് നമ്മൾ എന്ത് വിളിക്കും? വോൾട്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വോൾട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു ബാറ്ററി സോഴ്സ് ഉണ്ടാക്കുന്നത് ഈ കാണുന്ന അലക്സാൻഡ്രോ വോൾട്ടയാണ്. ഇതാണ് വോൾട്ട ബാറ്ററി. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതുണ്ടാക്കിയ അണ്ണൻ്റെ പേരിൽ നമ്മൾ എന്ത് കൊടുത്തു? ഇതിൻ്റെ യൂണിറ്റ് ആയിട്ട് വോൾട്ട് കൊടുത്തു. സോ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യമാണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും? മറ്റ് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുക. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നിർത്തുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ച പോയിന്റ് നമ്പർ 1, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കുളമ്പ്. ഒരു കപ്പാസിറ്ററിൻ്റെ ജോലി എന്താണ്? ചാർജ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്ററിൽ നമ്മൾ ഒരു തവണ ചാർജ് ചെയ്താൽ പിന്നെ ഒരു തവണ ഡിസ്ചാർജ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? അടുത്ത് വീണ്ടും ചാർജ് ചെയ്താൽ അതിനെക്കൊണ്ട് ഒരു ഗുണവും ഇല്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കറണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരാണ് സെല്ല് അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യും? ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ ചാർജ് ഫ്ലോ ചെയ്താൽ നമ്മളതിനെ കറണ്ട് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കിടയിൽ ഒരു വ്യത്യാസം ഉണ്ടാവണം. ആ വ്യത്യാസത്തിൻ്റെ പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ചാർജ് ചുമ്മാ പോകാത്തതുകൊണ്ട് ഈ ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിൽ എത്തിക്കാനായിട്ട് ഒരു ഡിവൈസ്, ബാറ്ററി പോലുള്ള ഒരു ഉപകരണത്തിന് വർക്ക് ചെയ്യേണ്ടി വരും. ആ ചെയ്യുന്ന വർക്കാണ് അവിടെ എന്തായിട്ട് മാറുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? അത് വർക്ക് ബൈ മൂവിങ് ചാർജ് ആണ്. അപ്പോൾ വർക്ക് ബൈ Q ആണ്. അതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കുളമ്പാണ്. അതിനെ നമ്മൾ വോൾട്ട് എന്ന് വിളിക്കും. കാരണം ആദ്യമായിട്ട് ബാറ്ററി ഉണ്ടാക്കിയത് അലക്സാൻഡ്രോ വോൾട്ട് ആയതുകൊണ്ട്. ഇത്രയും പോയിന്റ് ഓർത്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലതരം EMFന് പലതരം സോഴ്സ് ഉണ്ട്. ട്രൈ സെല്ല് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും. ജനറേറ്റർ കണ്ടിട്ടുണ്ടാകുമല്ലോ, നമ്മൾ കറങ്ങിയിട്ട് കറണ്ട് ഉണ്ടാക്കുന്ന സാധനം. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും. നമ്മൾ ഹൈഡ്രോ പവർ പ്ലാന്റ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ബട്ടൺ സെല്ല് സെയിം ആണ്. കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. സോളാർ എന്നൊരു സാധനമുണ്ട്, സോളാർ സെല്ല്. ഇതായിരിക്കും ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും. ഇങ്ങനെ പലതരം ഡിവൈസുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, അത് അളക്കുന്ന ഉപകരണത്തിൻ്റെ പേര്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വഴിയെ അങ്ങോട്ട് പഠിക്കും. ഓക്കെ, കുറച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഭാഗമാണ്. അത്ര ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല. സോ അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കാര്യമായിട്ട് കാണാം. ഇതിനകത്തിന് ഓംസ് ലോ ഒക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വഴിയെ പഠിക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ.